ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ നടന്ന തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകളുടെ ഫലവിവരങ്ങളും ഒന്ന് നമ്മൾ അപഗ്രഹിക്കുമ്പോൾ ഇടതുമുന്നണി വളരെ പിന്നോക്കം, കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡുള്ള എല്ലാ ജില്ലകളിലും പിന്നോക്കം പോകുന്ന, അതായത് പൊതുവെ പറഞ്ഞാൽ പിന്നോക്കം പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാന ഫലം വരാൻ ഇനിയും സമയമുണ്ട്. എന്നാൽ പോലും ആ ട്രെൻഡ് മൊത്തം കാണിക്കുന്നത് ഇടതുമുന്നണിയുടെ തകർച്ചയാണ്. അവിടെ UDF-നൊപ്പം BJP-യും പല മേഖലകളിലും നേട്ടമുണ്ടാക്കിയതായി കാണുന്നു. ഈ BJP-ക്കും UDF-നും വന്ന ഈ നേട്ടത്തിന് ഒരു പ്രധാന കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് LDF-ൻ്റെ ഒരു മൃദു ഹിന്ദുത്വ പരിവേഷം അണിഞ്ഞുള്ള പ്രചരണങ്ങളായിരുന്നു എന്ന് പറയേണ്ടി വരും. പ്രചരണങ്ങൾക്ക്, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് കുറച്ച് മുമ്പ് തന്നെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ കാര്യമായി ലഭിച്ചില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുമുന്നണി, വിശിഷ്യ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തികഞ്ഞ ന്യൂനപക്ഷ വിരുദ്ധ നിലപാടിലേക്ക് പോകുന്നതായി ഒരു പൊതുബോധ്യത്തിലേക്ക് വരികയും അവരുടെ നിലപാട് ശരിക്കും ഒരു മൃദു ഹിന്ദുത്വ ലൈനിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്കായിരുന്നു പിൽക്കാലത്ത് നമ്മൾ കണ്ടുവന്നത്. അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ആ നിലപാടിന് കേരളത്തിലെ ജനാധിപത്യ മതേതര സ്വഭാവമുള്ള ജനങ്ങൾ ഏത് തരത്തിലാണ് മറുപടി കൊടുക്കുന്നത് എന്നാണ് ഇപ്പോൾ വരുന്നുകൊണ്ടിരിക്കുന്ന ഫലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിലായ ഒരു ഉദാഹരണം, അടുത്തിടെ നടന്ന ആഗോള അയ്യപ്പ സംഗമം ശബരിമല കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ സ്പോൺസേർഡായിട്ടുള്ള ഒരു പരിപാടി നടക്കുകയുണ്ടായി. ആ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ സ്വന്തം വാഹനത്തിൽ, അതായത് 1-ാം നമ്പർ സ്റ്റേറ്റ് വാഹനത്തിൽ ശ്രീ പിണറായി വിജയൻ കൂടെ കൂട്ടിക്കൊണ്ട് ആ സംഗമത്തിലേക്ക് പോയത് വെള്ളാപ്പള്ളി നടേശനെയും കൂടെ ഇരുത്തിക്കൊണ്ടായിരുന്നു. സ്വന്തം പുറകിലെ സീറ്റിൽ നമ്മൾ തന്നെ വളരെ അന്തം വിട്ടാണ് നമ്മളെല്ലാം നോക്കി നിന്നത്. ഇദ്ദേഹം എങ്ങനെ ഈ വെള്ളാപ്പള്ളിയെയും കൊണ്ട് ഈ ആഗോള സംഗമത്തിലേക്ക് പോകുന്നു എന്നുള്ളത്. ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവിടെ ഒരു പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ അടുത്ത് ഈ വെള്ളാപ്പള്ളി പറയുന്നത് മൊത്തം തന്നെയും ക്രൈസ്തവ വിരുദ്ധ, മുസ്ലിം വിരുദ്ധ സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു. അതായത് കോട്ടയത്തും മലപ്പുറത്തുമുള്ള ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ ഇവിടുത്തെ എല്ലാം വാരിപ്പിടിച്ച് കൈക്കലാക്കുന്നു, മറ്റ് ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തികഞ്ഞ വർഗീയപരമായ പരാമർശങ്ങളും പ്രസ്താവനകളുമാണ് ശ്രീ വെള്ളാപ്പള്ളി അതിനുശേഷം നടത്തി വന്നത്. അതിനു മുമ്പും അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. അത് തീർത്ത് മനസ്സിലാക്കാതെയാണോ അല്ലാതെയാണോ എന്നറിയില്ല, നമ്മുടെ മുഖ്യമന്ത്രി എന്തുകൊണ്ടോ ഇദ്ദേഹത്തെയും ആനയിച്ചുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പോയി ഹിന്ദു വോട്ട് ഏകീകരിക്കാമെന്നുള്ള ഒരു ധാരണയായിരിക്കാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടെന്നാൽ അതിന് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ പാഠത്തിൽ നിന്നായിരിക്കാം. പക്ഷേ അദ്ദേഹവും ഈ ഇടതുപക്ഷ മുന്നണിയും അതിൻ്റെ നേതാക്കളും മനസ്സിലാക്കാതെ പോയ ഒരു വലിയൊരു സത്യമുണ്ട്. ഇന്ത്യ മുഴുവൻ കോൺഗ്രസ്, നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും പതിറ്റാണ്ടുകൾ തുടർച്ചയായി ഭരണം നിലനിർത്തി വന്നിരുന്ന കോൺഗ്രസ്, അവിടെ പ്രാദേശികമായ ഏതെങ്കിലും ചെറിയ കക്ഷികൾ തലയുയർത്തി വരുന്ന സമയത്ത് അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി ഹിന്ദുത്വവാദവും മൃദുഹിന്ദുത്വവാദവുമായി മുമ്പോട്ട് പോവുകയും അവിടെ തങ്ങൾക്ക് ആ മേൽക്കോയ്മ ആ ഹിന്ദുത്വവാദത്തിലൂടെ നിലനിർത്തി പോകാമെന്നുള്ള ധാരണയിൽ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും പൊളിഞ്ഞ് പാളീസാവുന്നതാണ് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, പിന്നെ വടക്കേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ കോൺഗ്രസിൻ്റെ അധീശത്വം നഷ്ടപ്പെട്ടത് മൃദു ഹിന്ദുത്വ നടപടികളുമായി മുമ്പോട്ട് പോയതാണ്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പാഠം നമ്മുടെ ഇടതുപക്ഷ നേതാക്കളോ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയോ പഠിച്ചിരുന്നുവെങ്കിൽ, എന്തെങ്കിലും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത്തരം ഒരു നടപടിയുമായി മുമ്പോട്ട് പോകില്ലായിരുന്നു. ആ പോയതിൻ്റെ കൃത്യമായ തിക്തഫലമാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. ഇനിയെങ്കിലും ഉള്ള 4-5 മാസങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ ശരിയായ തിരുത്തൽ വരുത്തി ഇടതുമുന്നണിയും നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മറ്റെല്ലാ നേതാക്കളും കൂട്ടായിരുന്ന് ഇത്തരം ഈ നിലപാടിൽ ഒരു മാറ്റം വരുത്താനും കേരള സമൂഹത്തെ എല്ലാവരെയും മൊത്തത്തിൽ ഒന്നുപോലെ കണ്ട് ഈ ഒരു ജനാധിപത്യ മതേതര സമൂഹമാണെന്നുള്ള മനസ്സിലാക്കലിലൂടെയുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോയാൽ മാത്രമേ ഇടതുമുന്നണിക്ക് അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയാകുമ്പോഴേക്കും മറ്റു കാര്യങ്ങളിലേക്ക് വിശകലനത്തിലേക്ക് പോകാം.